കേരളത്തിന്റെ വികസന നായകൻ ജനകീയനായ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിന്റെ ഓർമ്മകൾ ഇരമ്പുന്ന കൊച്ചി മെട്രോയിൽ നിന്ന് ഇന്നൊരു പുതിയ വിപ്ലവത്തിന് തുടക്കമായിരിക്കുകയാണ്. ഉമ്മൻചാണ്ടി സാറിന്റെ മകൾ മറിയ ഉമ്മൻ തൃപ്പൂണിത്തുറയിലെ UDF സ്ഥാനാർത്ഥി ദീപക് ജോയിയുടെ പ്രചാരണത്തിനായി മെട്രോയിൽ എത്തിയപ്പോൾ കണ്ടത് വെറുമൊരു രാഷ്ട്രീയ പ്രചാരണമല്ല, മറിച്ച് വികസനത്തിന്റെ നേർക്കാഴ്ചയും ജനങ്ങളുടെ ഹൃദയമിടിപ്പുമാണ്. കൊച്ചി മെട്രോ എന്നത് ഉമ്മൻചാണ്ടി സാറിന്റെ സ്വപ്നമായിരുന്നു, അദ്ദേഹത്തിന്റെ കഠിനാധ്വാനത്തിന്റെ ഫലമായിരുന്നു. എന്നാൽ ഭരണം മാറിയതുകൊണ്ട് മാത്രം അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല എന്നത് ചരിത്രത്തിലെ ഒരു ദുഃഖ സത്യമാണ്. ഇന്ന് അതേ മെട്രോയിൽ യാത്ര ചെയ്തതുകൊണ്ട് മറിയ ഉമ്മൻ പറഞ്ഞ വാക്കുകൾ ഓരോ കോൺഗ്രസ് പ്രവർത്തകന്റെയും ഉള്ളിൽ തറയ്ക്കുകയാണ്. അപ്പയുടെ വികസനത്തിന്റെ അടയാളമായ മെട്രോയിൽ അപ്പയുടെ പ്രിയപ്പെട്ട ശിഷ്യന് വേണ്ടി വോട്ട് ചോദിക്കാൻ എത്തിയത് താൻ അതീവ സന്തോഷവതിയാണെന്ന് പറയുമ്പോൾ അത് കേവലം ഒരു വാചകമല്ല, മറിച്ച് കേരളം കണ്ട ഏറ്റവും വലിയ വികസന പ്രവർത്തനങ്ങളുടെ സാക്ഷ്യപത്രമാണ്. സംസ്ഥാനത്തുടനീളം UDFന് അനുകൂലമായ ഒരു തരംഗമാണ് ആഞ്ഞടിക്കുന്നത് എന്ന് മറിയ ഉമ്മൻ അടിവരയിട്ട് പറയുന്നുണ്ട്. 10 വർഷത്തെ ഇടതുകോട്ടകളുടെ ദുർഭരണത്തിൽ നിന്ന് മോചനം ആഗ്രഹിക്കുന്ന ഒരു ജനത ഇന്ന് മാറ്റത്തിനായി ദാഹിക്കുകയാണ്. ഇടതുപക്ഷത്തിന് ഇന്ന് ഡീൽ അല്ലാതെ മറ്റെന്താണ് പറയാനുള്ളത് എന്ന മറിയ ഉമ്മന്റെ ചോദ്യം പിണറായി സർക്കാരിന്റെ മുഖത്തേറ്റ പ്രഹരമാണ്. വികസനത്തെക്കുറിച്ച് സംസാരിക്കാൻ ഒന്നുമില്ലാത്തവർ, ജനങ്ങളെ വഞ്ചിച്ചവർ ഇന്ന് അധികാരത്തിൽ തൂങ്ങിപ്പിടിക്കാൻ ഏത് അവിശുദ്ധ കൂട്ടുകെട്ടിനും തയ്യാറാവുകയാണ്. ഇതിനെതിരെ ജനങ്ങൾ ബാലറ്റിലൂടെ മറുപടി നൽകുമെന്നത് ഉറപ്പാണ്. സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് ഉയർന്ന വിവാദങ്ങൾക്കും മറിയ ഉമ്മൻ കൃത്യമായ മറുപടി നൽകി. തന്നെ സ്ഥാനാർത്ഥിയായി പരിഗണിച്ചു എന്നത് തന്നെ വലിയൊരു അംഗീകാരമായാണ് താൻ കാണുന്നത്. എന്നാൽ സ്ഥാനാർത്ഥിയാകാത്തതിൽ തനിക്കൊരു വിഷമവുമില്ല എന്നും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുക എന്നത് മാത്രമാണ് തന്റെ ലക്ഷ്യമെന്നും അവർ പ്രഖ്യാപിച്ചു. ഉമ്മൻചാണ്ടി സാർ പഠിപ്പിച്ചു തന്ന ആ വലിയ പാഠം, വ്യക്തിപരമായ നേട്ടങ്ങളെക്കാൾ പ്രസ്ഥാനത്തിന്റെ വിജയത്തിന് മുൻഗണന നൽകുക എന്നത് മറിയ ഉമ്മൻ തന്റെ പ്രവൃത്തിയിലൂടെ തെളിയിച്ചിരിക്കുകയാണ്. അടൂർ പ്രകാശ് അടക്കമുള്ള മുതിർന്ന നേതാക്കൾ തന്റെ പേര് നിർദ്ദേശിച്ചതിനെ നന്ദിയോടെ സ്മരിക്കുമ്പോഴും ഗ്രൂപ്പുകൾക്കും പദവികൾക്കും അപ്പുറം ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്ന് അവർ പറയുമ്പോൾ പുതുപ്പള്ളിയുടെ പുണ്യമായിരുന്ന ഉമ്മൻചാണ്ടി സാറിന്റെ അതേ പ്രതിച്ഛായയാണ് നമ്മൾ അവിടെ കാണുന്നത്. ഏത് മണ്ഡലത്തിൽ ചെന്നാലും ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെന്നും UDFന്റെ ഭരണം തിരികെ വരണമെന്നും അവർ ആഗ്രഹിക്കുന്നുണ്ടെന്നും മറിയ ഉമ്മൻ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അഴിമതിയും സ്വജനപക്ഷപാതവും മാത്രം മുഖമുദ്രയാക്കിയ ഇടതുപക്ഷ ഭരണത്തിന് അന്ത്യം കുറിക്കാൻ സമയമായി. സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ കേൾക്കുന്ന, അവർക്കായി പ്രവർത്തിക്കുന്ന ഒരു സർക്കാരിനെ തെരഞ്ഞെടുക്കാൻ കേരളം ഒരുങ്ങിക്കഴിഞ്ഞു. ഉമ്മൻചാണ്ടി സാർ തുടങ്ങി വെച്ച വികസന വിപ്ലവം പൂർത്തിയാക്കാൻ ജനീഷിനെയും ദീപക് ജോയിനെയും പോലുള്ള പുതുതലമുറ നേതാക്കൾ നിയമസഭയിൽ എത്തേണ്ടതുണ്ട് എന്നതാണ് മറിയ ഉമ്മൻ ജനങ്ങളിലേക്ക് പങ്കുവെക്കുന്നത്. എന്തായാലും മറിയ ഉമ്മന്റെ ആ പ്രതികരണം നമുക്കൊന്ന് കണ്ടുനോക്കാം. വികസനത്തിന്റെയും കരുതലിന്റെയും ഒരു നേർക്കാഴ്ച, വികസനത്തിന്റെ ഒരു നേർക്കാഴ്ചയാണ് നമ്മുടെ മുമ്പിലുള്ളത്. മെട്രോയെ പറ്റി പറയുകയാണെങ്കിൽ കല്ലിട്ട് അതിൻ്റെ ട്രയൽ റൺ വരെ നടത്തി. പക്ഷേ അപ്പോൾ പിന്നെ ഭരണം മാറിയത് കൊണ്ട് ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചില്ല.